മുസ്ലിം ലീഗ് നേതാവ് ശ്രീ കെ.എം. ഷാജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലേക്കാണ്. എങ്ങനെയാണ് നിലവിലെ സ്ഥിതികൾ? നിലവിലെ സ്ഥിതികൾ തെരഞ്ഞെടുപ്പ് നല്ല മത്സരം നടക്കുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ ഘടകങ്ങളുടെ എല്ലാം പരിശോധിച്ചാൽ നല്ല വിജയം, പിന്നെയും അതിൽ ആത്മവിശ്വാസം കൂടി വരുന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രചാരണത്തിൽ ആദ്യഘട്ടം മുതൽ UDF പറയുന്നത്, കൺവെൻഷനുകൾ ഉൾപ്പെടെ പറയുന്നത് പെൻഷൻ കുടിശ്ശിക ഉണ്ടായൊരു പശ്ചാത്തലം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുൾപ്പെടെ ഇവർക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്, താഴെത്തട്ടിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. അല്ല, ഇതിനകത്ത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടുന്നതായ ഒരു വിഷയവും സത്യത്തിൽ ഇപ്പോഴില്ല. കാരണം അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 9 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് മാർക്കറ്റിൽ പോയിട്ട് 2000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിരുന്ന ആൾ ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി? എന്നാൽ അവരുടെ ജീവിത നിലവാരം, ഇപ്പം സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന് പറയുന്ന വിഷയമല്ല, എങ്ങനെയാണ് അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഒരു സ്കൂളിൽ മക്കളെ ചേർത്താൻ വേണ്ടി പോകുമ്പോൾ എന്താണ് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ വേണ്ടതധികം സർക്കാർ വിരുദ്ധമായിട്ടുള്ളതുണ്ട്. ഞങ്ങളതിൽ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതല്ല, അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരത്തെ ഇസ്രായേലിനെതിരെ പറഞ്ഞൊരു പരാമർശം, മാധ്യമങ്ങളോട് പറഞ്ഞ പരാമർശം ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. അതെങ്ങനെയാണ് UDF വിലയിരുത്തുന്നത്? അല്ല, ഇസ്രായേലിനെതിരെ എന്നല്ല മുഖ്യമന്ത്രി അത്തരം നമ്പറുകളൊക്കെ ഇടതുപക്ഷം പൊതുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എടുക്കുന്നത്. പഴയ പോലെ അല്ല. പക്ഷേ ഇപ്പോൾ കാരണം എന്തുകൊണ്ട് ഇസ്രായേൽ വിഷയത്തിൽ നമുക്കൊരു സങ്കടം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനോട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത് ഈ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ നിലപാടാണ്. ഈ നെഹ്റുവാണ്, ഇന്ദിരാഗാന്ധിയാണ്. യാസർ അറഫാത്തിനെ ഒരു സഹോദരനെ പോലെ കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ കർഷകർ ഇസ്രായേൽ വിസിറ്റ് ചെയ്ത് വന്നത് ഈ അടുത്ത കാലത്താണ്. അവർ ലക്ഷങ്ങൾ ചിലവായിട്ടാണ് ഇസ്രായേലിൽ കൃഷി പഠിക്കാൻ പോയത്. അപ്പം പിണറായി വിജയൻ്റെ മനസ്സിനകത്ത് ഇരിക്കുന്ന കാര്യമൊക്കെ സാമാന്യ യുക്തിയുള്ളവർക്ക് ഒരു പണ്ടൊക്കെ ഇത് പറ്റിക്കാൻ പറ്റുമായിരുന്നു. സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങുക, ഇസ്രായേൽ എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി. പക്ഷേ അതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഇനി സത്യസന്ധമായ നിലപാടുണ്ടെന്ന് വിചാരിച്ചോളൂ. പക്ഷേ ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? നെഹ്റു ചെയ്തത് എങ്ങനെയാണ്? ഇന്ദിരാഗാന്ധി ചെയ്തതിന് അവിടെ കോൺഗ്രസിനെ ചെയ്യാൻ കഴിയൂ എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത്. ഇടതുപക്ഷത്തിന് റോളും ഇല്ല. ഇതുപോലത്തെ കുറേ ബടായി പറയാം, അത്രയേ ഉള്ളൂ. അവസാന ഘട്ടത്തിലും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞ പല പ്രസംഗങ്ങൾ ഉൾപ്പെടെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു വിഷയത്തിലുള്ള ഒരു നിലപാടെന്താണ്? അല്ല, ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഐഡിയോളജിക്കൽ ഡിഫറൻസാണ് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. അത് KM ഷാജിക്ക് നാളെ മാറ്റി പറഞ്ഞാൽ പോലും ഷാജി എഴുതിയ ലേഖനങ്ങൾ മാതൃഭൂമിയിലാവട്ടെ മലയാളം വാരികയിലാവട്ടെ എഴുതിയിട്ട 100 കണക്കിന് ലേഖനങ്ങളുണ്ട്. അതിലേറെ പ്രസംഗങ്ങളുണ്ട്. അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അനുഭവവേദ്യമാണ്. ആ ഐഡിയോളജിയിൽ ഏതെങ്കിലും ഒരു വാക്ക് ഈ നിമിഷം വരെ മാറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിഷയം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രശ്നം അതല്ല. തെരഞ്ഞെടുപ്പിൽ വന്ന് ഒരു വിഭാഗം ആളുകൾ ഒരു ചർച്ചയുമില്ലാതെ UDF-ന് വോട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നത് ഇവിടെ ആരെല്ലാം വോട്ട് ചെയ്യും? RSS വരെ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും. കാരണം അവർക്ക് സഹിക്കാൻ വയ്യ. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. ആ നിലപാട് അവരെടുക്കുന്നതിൽ ഞങ്ങളെന്ത് പഴിച്ചു? മുസ്ലിം ലീഗ് അവരുമായിട്ട് ചർച്ച ചെയ്തോ? മുസ്ലിം ലീഗ് അവരുടെ ഐഡിയോളജി ശരിയാണെന്ന് പറഞ്ഞോ? അവർ തിരുത്തി വന്നു എന്ന് പറഞ്ഞോ? ഞങ്ങളെന്തിനാ കാര്യത്തിൽ ബോധറിയേണ്ട ആവശ്യം? ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ ഒന്നാണ്. പിന്നെന്തിനാ വേറെ നിൽക്കുന്നത്? ഞങ്ങൾ ഒന്നേ പോരെ? ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ പോരെ? മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞ പ്രസംഗങ്ങളും നിലപാടും അതാ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള വ്യത്യാസമാണോ ഞങ്ങൾ പറഞ്ഞിരുന്നത്, ആ ഐഡിയോളജിക്കൽ ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ട്. അത് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, ഈ ലോകത്തെല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള വിഷയം നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ വെൽഫെയർ പാർട്ടി UDF-ന് വോട്ട് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവർ UDF-ന് വോട്ട് കൊടുത്തു. അല്ലാതെ അവരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ലീഗ് അവരുടെ കൂടെ പോയിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ UDF എന്നല്ല, മുസ്ലിം ലീഗ് പാർട്ടിയോ UDF അറിയാതെ മുസ്ലിം ലീഗ് അറിയാതെ UDF തീരുമാനിക്കില്ലല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുകയല്ല, അവർ പിന്തുണ തന്നു. അതിനുള്ള ജനാധിപത്യപരമായ അവകാശം അവർക്കുണ്ട്. അതിൽ നിഷേധിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അത്രയേ ഉള്ളൂ. ഇതിൽ പ്രചാരണ വിഷയമാക്കി LDF ഉപയോഗിക്കുന്നുണ്ട്. വീടുകൾ കയറി ഉൾപ്പെടെ വർഗീയ പ്രചാരണം നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി ഉൾപ്പെടെ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊക്കെയല്ലേ ഉപയോഗിക്കാനുള്ളൂ. അവർക്കതല്ലേ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പരസ്യമായി വാങ്ങിയിട്ട് അവരോട് നന്ദി പറഞ്ഞ പിണറായി വിജയൻ ഈ കാണിക്കുന്ന സത്യസന്ധത ആണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. എന്താ നമ്മൾ പറയാറ്, ചാരിത്ര പ്രസംഗം എന്നൊക്കെ പറയില്ല, കള്ളചാരിത്ര പ്രസംഗം. ആ കള്ളചാരിത്ര പ്രസംഗമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി അവരെ സൗഹൃദ വേദികളിൽ കൊണ്ടുവന്നിരുത്തി അവരുമായിട്ട് വോട്ട് ചെയ്തിട്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്നല്ല ജമാഅത്തെ ഇസ്ലാം പിണറായി വിജയൻ പറഞ്ഞ്, ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ ഒരാൾ ഇപ്പോൾ നടന്ന പ്രചരണം പോലത്തെ വൃത്തികേട് വേറെന്താ ഉള്ളത്? അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും നടത്തിയിട്ടില്ല, അവരോട് പോയിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ ഐഡിയോളജിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അവർ വരുത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
എന്തായാലും LDF നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ വിഷയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള KM ഷാജി നമ്മളോട് നടത്തിയത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ നിലമ്പൂർ.